കാസർഗോഡ് അമ്പലത്തറയിൽ നിന്ന് 13 വർഷം മുമ്പ് കാണാതായ ബേബി എന്ന പെൺകുട്ടിയുടെ തിരോധാന കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരാതി. അന്വേഷിക്കാനെത്തിയ പോലീസുകാർ പരാതിക്കാരെ പ്രതികളാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പെൺകുട്ടിയെ കൂട്ടബലാത്കാരം ചെയ്ത പ്രതികൾക്ക് കേസിൽ ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നില്ലെന്നും കുടുംബത്തിന്റെ പരാതി. 24 എക്സ്ക്ലൂസീവ്. ആ സാറുമ്പോൾ നമ്മളെ രണ്ടാളും കൂട്ടിക്കൊണ്ടുപോയിട്ട് മദ്യങ്ങൾ നമ്മളെ കൈമുള്ള പൈസ എല്ലാം കംപ്ലീറ്റ് ഊറ്റി കുടിച്ചു. രഘു തോന്നിയ കക്ഷി അയാളും മദ്യപിച്ചു. ഭയങ്കര ഭീഷണിയാണ് പുള്ളിക്കാരൻ. ഞാനാണ് എൻ്റെ പെങ്ങളെ കൊന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളങ്ങനെ ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല. ജയിലിൽ പോയിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് കുട്ടീനെ കാണാറ്. നമ്മളെ സംശയം അവർ പ്രതികളെന്തോ ചെയ്തെന്നാണ് നമ്മളെ ഒരു കണക്കൂട്ടൽ. ജോർജിൻ്റെ വീട്ടിൽ പണിക്ക് പോയ സമയത്താണ് അവിടെ നിന്നാണ് ഈ റേപ്പും കാര്യങ്ങളും നടന്നത്. അവർക്ക് അവരുടെ അടുത്തുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവരെ അന്വേഷിക്കുന്നില്ല. നമ്മളെ എപ്പോഴും പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അരുൺ, പറയൂ. ജില്ലയിലെ പട്ടികവർഗ പട്ടികജാതി കേസുകളിൽ പോലീസിൻ്റെ നിഷ്ക്രിയത്വം അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന ഒരു വേദനയാണ് നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് 2012 അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് ബേബിയുടെ തിരോധാനം. 2012 ഈ ബേബിയെ കാണാതാവുന്നത്. അന്ന് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച സഹോദരൻ ശശികുമാറാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. ഈ ബേബി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആ സമയത്ത് 22 വയസ്സാണ്. ഈ പെൺകുട്ടി പല വീടുകളിലും വീട്ടുജോലിയൊക്കെ ചെയ്തായിരുന്നു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2004 ബേബിയെ ഈ ഒടയഞ്ചാൽ സ്വദേശിയായ ജോർജ് എന്നയാളുടെ വീട്ടിൽ വെച്ച് 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തിരുന്നു. ആ കേസിനു വേണ്ടി കേസിൻ്റെ സമൻസുമായി ബന്ധപ്പെട്ട് പോലീസ് എത്തിയപ്പോഴാണ് ഈ ബേബിയെ കാണാനില്ലെന്ന വിവരം പോലീസിനും മനസ്സിലാവുന്നത്. ഈ കേസിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കാര്യക്ഷമമായി അന്വേഷണം പോകുന്നില്ല എന്നാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ പരാതി. അതുമാത്രമല്ല, ഈ കേസ് അന്വേഷിച്ച പല പോലീസ് ഉദ്യോഗസ്ഥരും ബേബിയുടെ കുടുംബത്തിലെത്തി ഈ പരാതിക്കാരെ പ്രതികളാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നും ഈ കുടുംബം ആശങ്കപ്പെടുന്നുണ്ട്. ഇതിൽ കൃത്യമായ പ്രതികൾ ആരെന്ന് പോലീസിനറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ പോലീസിനറിയാം. പക്ഷേ ആ പ്രതികൾക്ക് സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് തങ്ങളെ ദ്രോഹിക്കുന്നതെന്നും കുടുംബം ഈ അവരുടെ വിഷമം പങ്കുവെക്കുന്നുണ്ട്. ഈ സഹോദരൻ പറഞ്ഞത് ഈ കേസ് അന്വേഷിക്കാനെത്തിയ രഘു എന്ന പോലീസുകാരൻ, ആ പോലീസുകാരൻ തങ്ങളെ പല സ്ഥലത്തേക്കും തെളിവെടുപ്പിനാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി മദ്യം വാങ്ങി ബാറിലൊക്കെ പോയി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി എന്നൊക്കെ ഈ കുടുംബം പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. ആ പോലീസുകാരനെതിരെ നടപടിയെടുത്തിരുന്നു. പക്ഷേ വീണ്ടും ആ പോലീസുകാരനെ സർവീസിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട സമൻസ് വിചാരണ വേളയിലേക്ക് കേസ് കടക്കുന്ന ഘട്ടത്തിലാണ് ഈ കുട്ടിയെ കാണാതാവുന്നത്. ഈ കുട്ടിയെ കാണാതായ സമയത്ത് തന്നെ ഈ പ്രതികളിൽ ഒരാളുടെ, അതായത് ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളിൽ ഒരാളുടെ പറമ്പിലെ കിണർ മൂടി എന്നൊക്കെ ഈ പോലീസിന് ഈ കേസിൽ തിരോധാന കേസിൽ മൊഴി നൽകിയിരുന്നു. പക്ഷേ ആ കിണറൊന്ന് പരിശോധിക്കാനോ ആ ഭാഗങ്ങളൊക്കെ തന്നെ ആ സംഭവം അന്വേഷിക്കാനോ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാണ് SKN പ്രധാനപ്പെട്ട കാര്യം. 2015-2016 കാലഘട്ടത്തിൽ ഈ ബേബി തിരോധാനം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. പക്ഷേ ജില്ലാ ക്രൈംബ്രാഞ്ചും കൃത്യമായ അന്വേഷണമൊന്നും തന്നെ നടത്തിയില്ല. ഒടുക്കം ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ കേസ് അന്വേഷിക്കുന്നതിനിടയിൽ ഇപ്പോൾ തിടുക്കപ്പെട്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് ജില്ലാ പോലീസ് മേധാവി കേസ് ശുപാർശ ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വിവരം. പോലീസിൻ്റെ നിഷ്ക്രിയത്വമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. SKN.